അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട അബൂ കരീമ അൽ മിഖ്ദാദ് ബിൻ മഅദി കരീബ റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് റളിയല്ലാഹു തആല ബഹുമാനപ്പെട്ടവരെ തൊട്ട് ഇമാം തിർമിദി റഹ്മഹുല്ലാഹ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മാ മലഅ ബിനു ആദമ വിആഅൻ ശർറൻ മിൻ ബത്നിഹി ഇലാ ആഖിറിൽ ഹദീസ്. മാ മലഅ ബിനു ആദമ, മനുഷ്യൻ നിറച്ചിട്ടില്ല, വിആഅൻ ഒരു പാത്രം, ശർറൻ മോശമായ ഒരു പാത്രം, മിൻ ബത്നിഹി അവന്റെ വയറിനേക്കാൾ. ബിഹസബി ബിനി ആദമ ലുഖ്മാത്തുൻ യുഖിന്ന സുൽബഹു, ഹസബി ബിനി ആദമ മനുഷ്യന് മതി, ലുഖ്മാത്തുൻ കുറച്ച് പിടി ഭക്ഷണങ്ങൾ, യുഖിന്ന സുൽബഹു അതവന്റെ നെട്ടലിനെ നിലനിർത്തും. പറഞ്ഞ ജീവിതം നിലനിർത്താൻ കുറച്ച് പിടി ഭക്ഷണങ്ങളാണ് മനുഷ്യന് ആവശ്യം. സൈൻകാനല മഹാലത്ത, ഇനി കൂടാതെ കഴിയില്ല, അത്യാവശ്യമാണെങ്കിൽ ഫസുലുസുൻ മൂന്നിലൊന്ന് ഇത് താമി, ഇത് വയറാകുന്ന പാത്രത്തിന്റെ മൂന്നിലൊന്ന് ഭക്ഷണത്തിന്, ഫസുലുസുല്ലി ഷറാബി മൂന്നിലൊന്ന് പാനീയത്തിന് വെള്ളം കുടിക്കാം, ഫസുലുസുല്ലി നഫസി മൂന്നിലൊന്ന് ശ്വാസോച്ഛ്വാസത്തിന്റെ അനായാസമായ ശ്വാസമൊക്കെ ശ്വസിക്കാനൊക്കെ ഉള്ള ഒരു അനായാസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ മൂന്ന്. സഹോദരന്മാരെ സഹോദരിമാരെ, ഈ ഹദീസ് നമുക്ക് വല്ലാത്ത ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഇന്നത്തെ ലോകം അഭിമുഖീകരിക്കുന്ന ആരോഗ്യ പ്രശ്നത്തിന്റെ വലിയ ഒരു ഭാഗം ഈ ഹദീസ് അനാവരണം ചെയ്യുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര കഴിക്കും? വയറ് എന്നൊരു പാത്രം, ഒരാളൊരു പാത്രം നിറക്കുകയാണെങ്കിൽ, വയറ് നിറക്കുകയാണെങ്കിൽ, അതിൽ ഏറ്റവും മോശമായ നിറക്കുന്ന പാത്രം വയറാണ്. ഒരു വയറ് നിറക്കുക എന്നുള്ളത് ഒരു പാത്രം നിറക്കുന്ന ഇതിൽ ഏറ്റവും മോശമായിട്ട് വയറ് നിറക്കുന്നത്. ലോകത്ത് എന്ത് പാത്രം നിറച്ചാലും വയറ് നിറക്കരുത് എന്നർത്ഥം. വയറ് നിറക്കരുത്, വയറ് നിറയെ ഭക്ഷണം കഴിക്കുക എന്നുള്ള സംഭവമേ ഇല്ല. അതന്നെയാണ് ഇവിടുത്തെ വിശുദ്ധന്മാരും ഡോക്ടർമാരും ഒക്കെ പറയുന്നത്. അതന്നെയാണ്, വയറാണ് എല്ലാവിധ അസുഖത്തിനും കാരണമായിട്ട്, അനാരോഗ്യത്തിനൊക്കെ കാരണമായിട്ട് വരുന്നത്. ഇനി കൂടാതെ കഴിയില്ലെങ്കിൽ പരമാവധി പറഞ്ഞാൽ മൂന്നിലൊന്ന് ഭക്ഷണം കഴിക്കുക, അത്രത്തോളം വെള്ളം കുടിക്കുക. അപ്പൊ ഇത്രയായി, 3/2. ഇനിയൊരു ഭാഗം ബാക്കിയല്ലോ, സാറ് വരുന്നോട്ടെ. എപ്പോഴും വയറിന്റെ ഒരു ഭാഗം, 3/1 ഭാഗം അവിടെ ബാക്കി എടുക്കണം. അപ്പൊ പിന്നെ വയർ നിറയെ കഴിക്കുക എന്നുള്ളൊരു ശൈലി തന്നെ വേണ്ടാന്നല്ല. ഇതന്നെയല്ല ഇവിടെ ശാസ്ത്രം പറഞ്ഞു, ആരോഗ്യശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ചിന്തിക്കുകയും മനസ്സിലാക്കും. ഇത് ഭക്ഷണത്തിൽ ആർഭാടം ഒഴിവാക്കുന്നതിന് വലിയൊരു പാഠം, ഇതിന്റെ ഒക്കെ പുറമെ ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള വലിയൊരു കാര്യം. ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ശാസ്ത്രീയ പഠനങ്ങൾ നടക്കണം. നടന്നിടത്തോളം പഠനങ്ങളൊക്കെ ഇതിനടിസ്ഥാനമാക്കിയിട്ടല്ലെങ്കിലും ഇവിടെ വൈദ്യന്മാരും ഡോക്ടർമാരൊക്കെ അതിനോട് ബന്ധപ്പെട്ട ആരോഗ്യ സയന്റിസ്റ്റുകളൊക്കെ റിസർച്ച് നടത്തിയിട്ടൊക്കെ പറഞ്ഞത് വയറന്നെ വളരെ ശ്രദ്ധിക്കണം. ഭക്ഷണം പാകത്തിന് മതി, കൂടുതൽ വേണ്ട. പിന്നെ ഇതിന്റെ ആർഭാടങ്ങളോ, എന്തെല്ലാം ആർഭാടങ്ങളാണ്, എന്തെല്ലാം ഭക്ഷണത്തിൽ വെച്ച് കാട്ടി. എന്ത് ഫുഡാണ് കഴിക്കേണ്ടത്? ഫാസ്റ്റ് ഫുഡ്, അതങ്ങണ്ട് എന്തൊക്കെ രീതിയിൽ ആരൊക്കെ ഉണ്ടാക്കുന്നത്, ടേസ്റ്റ് മാത്രം, ടേസ്റ്റി ഫുഡ് അത് മാത്രമാണ്. അതിനായിട്ട് കണ്ട് ഇറങ്ങിയിട്ടിരിക്കുകയാണ്. അതൊക്കെ ഒരുപാട് നമ്മൾ യുവാക്കളൊക്കെ ആരും എന്തെങ്കിലുമൊക്കെ ഒരു അധ്വാനിച്ച് കാശുണ്ടാക്കിയാൽ, എവിടുന്നും കാശുണ്ടാക്കിയാൽ, വീട്ടിൽ പറ്റിയാണെങ്കിലും ഇവര് പുറത്തിറങ്ങിയിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിച്ച് ഭക്ഷണം കഴിച്ച് ജോലി അടിച്ച് വീട്ടിൽ വരുള്ളൂ. രാത്രി 12, 1, 2, 3 മണിക്കൊക്കെ ഹോട്ടലുകളിലൊക്കെ തിരക്കാണ്. വീട്ടിൽ പിന്നെ സുബൈന്റെ മുന്നേ പോയിട്ട് ഒറ്റ ഉറക്കം. എല്ലാത്തിനും മോശമായ ഒരു ജീവിതശൈലി രോഗങ്ങൾ വളരെ വർദ്ധിച്ചിരിക്കുന്നു. എന്തായാലും വളരെ ശ്രദ്ധിക്കുക, കുടുംബത്തിലൊക്കെ ശ്രദ്ധിപ്പിക്കുക, കുട്ടികൾക്ക് ചെറുപ്പത്തില് ഈ ഒരു ശീലം ഉണ്ടാക്കി കൊടുക്കുക. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.